ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുമ്പോഴും ചെങ്കള ബേവിഞ്ച നിവാസികളുടെ ആവശ്യങ്ങൾക്കു നേരെ അധികൃതർ കണ്ണടക്കുന്നതായി പരാതി. ജനവാസ കേന്ദ്രങ്ങൾ ഏറെയുള്ള പ്രദേശത്ത് ദേശീയപാതയിലേക്ക് കയറാൻ ആവശ്യമായ സൗകര്യം റോഡ് വികസനത്തിൽ ഒരുക്കാത്തതാണ് പ്രധാന പ്രശ്നം. ബേവിഞ്ചയിൽ നഷ്ടപരിഹാരം അനുവദിക്കാത്ത കുടുംബങ്ങളുടെ വീടിന്റെ മതിൽ പൊളിക്കാനെത്തിയവരെ നാട്ടുകാർ തടഞ്ഞതും തുടർന്ന് വൻ പോലീസ് സന്നാഹമെത്തി ജനപ്രതിനിധികളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തതും പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു. വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ജനാർദ്ദൻ ഹോസ്പിറ്റൽ, ബാങ്ക് റോഡ്, കാസർഗോഡ്. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുമ്പോഴും ചെങ്കള ബേവിഞ്ച നിവാസികളുടെ വിവിധ ആവശ്യങ്ങൾക്കു നേരെ അധികൃതർ കണ്ണടയ്ക്കുന്നതായുള്ള പരാതി നിലനിൽക്കുന്നതിനിടയിലാണ് ബേവിഞ്ചയിൽ നഷ്ടപരിഹാരം അനുവദിക്കാത്ത കുടുംബങ്ങളുടെ വീടിന്റെ മതിൽ പൊളിക്കുവാനെത്തിയവരെ നാട്ടുകാർ തടയുകയും തുടർന്ന് വൻ പോലീസ് സന്നാഹമെത്തി ജനപ്രതിനിധികളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സംഭവമുണ്ടായത്. റോഡിന്റെ ഇരുഭാഗങ്ങളിലെ സഹോദരങ്ങളായ MT അഹമ്മദ് അലി, MT ബഷീർ എന്നിവരുടെ വീടിന്റെ മതിൽ പൊളിക്കുവാനായിരുന്നു ശ്രമമുണ്ടായത്. നേരത്തെ റവന്യൂ അധികൃതർ വീടിന്റെ മുൻഭാഗത്തെ പില്ലർ കഴിഞ്ഞ് വാതിൽപ്പടിയിൽ വരെ മാർക്ക് ചെയ്തു പോയിരുന്നു. ഇത് വീടിന്റെ മൊത്തത്തിലുള്ള നിലനിൽപ്പിനെ ബാധിക്കുമെന്നും വീട് പൂർണ്ണമായും എടുത്തുകൊള്ളണമെന്നും ആവശ്യപ്പെട്ട് സഹോദരങ്ങൾ ഹൈക്കോടതിയിലും ദേശീയപാത അധികൃതർക്കും തടസ്സ ഹർജി നൽകിയിരുന്നു. ഹൈക്കോടതിയുടെയും ദേശീയപാത അധികൃതരുടെയും മുന്നിലുള്ള തർക്കം നിലനിൽക്കുമ്പോൾ തന്നെ വ്യത്യസ്ത ദിനങ്ങളിലായി ജില്ലാ കളക്ടർ നടത്തിയ ചർച്ചകളും പൂർണ്ണമാവാതെ നിൽക്കുമ്പോഴും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പൊടുന്നനെ 3 JCBകൾ കൊണ്ടുവന്ന് വീടിൻ്റെ കോമ്പൗണ്ട് തകർക്കുവാൻ ആരംഭിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഇരു വീടുകളിലും അസുഖക്കാരെ പുറത്തിറക്കുവാൻ ആവശ്യമായുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണമെന്നും കൃത്യമായി സർവീസ് റോഡ് മാർക്ക് ചെയ്യണമെന്നും വീട്ടിൽ നിന്നും പുറത്തിറങ്ങുവാനുള്ള വഴി വരച്ചു തരണമെന്നും ആവശ്യപ്പെട്ട് വീട്ടുകാരോടൊപ്പം നാട്ടുകാർ മുഴുവനും പ്രതിഷേധിച്ചു. പ്രതിഷേധം ഉച്ചയ്ക്ക് 12 മണി വരെ നീണ്ടു. തുടർന്ന് പോലീസ് എത്തി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തു. പിന്നീട് ഇവരെ ജാമ്യത്തിൽ വിട്ടു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടച്ച് പ്രവൃത്തി നടത്തുന്നതിലും പ്രതിഷേധിച്ച് ബേവിഞ്ച മദ്രസ ഹാളിൽ കർമ്മസമിതി പ്രതിഷേധ സംഗമം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ കർമ്മസമിതി ചെയർമാൻ സത്താർ പള്ളിയാൻ അധ്യക്ഷത വഹിച്ചു. സംഗമത്തിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.